അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹമുള്ള സഹോദരന്മാരെ, വളരെ കുറഞ്ഞ 10 മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ട് വളരെയധികം മഹത്വമുള്ള അദ്ദാദിലെ ദിക്റുകളിൽപ്പെട്ട ഒരു ദിക്റിന്റെ അർത്ഥവും അതുകൊണ്ടുള്ള വിവക്ഷയും അതിന്റെ അടിസ്ഥാനവും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ക്ലിപ്പാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഈ സമയം നഷ്ടപ്പെടുത്താതെ ഇതിന്റെ അവസാനം വരെ കേൾക്കണമെന്നും ഇതേപോലെയുള്ളത് തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ. അദ്ദാദിന്റെ ദിക്റിൽ നിന്ന് 14-ാമത്തെ ദിക്ർ, അസ്സലാഹു നൂറൽ മുസ്ലിമീന സറഫല്ലാഹു ശർറൽ മുഅ്ദിൻ. അസ്സലാഹു നൂറൽ മുസ്ലിമീന സറഫല്ലാഹു ശർറൽ മുഅ്ദിൻ. അസ്സലാഹു നൂറൽ മുസ്ലിമീന സറഫല്ലാഹു ശർറൽ മുഅ്ദിൻ. 3 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലാനാണ്. ഇതിന്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കുക. അസ്ലഹല്ലാഹു, അല്ലാഹു നന്നാക്കട്ടെ, ഉമൂറൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ കാര്യങ്ങളൊക്കെ. സറഫല്ലാഹു, അല്ലാഹു തിരിച്ചു കളയട്ടെ, ശർറൽ മുഅ്ദിൻ, ബുദ്ധിമുട്ടിക്കുന്നവരുടെ എല്ലാ ശർറുകളെയും. ഇതൊരു ആമായ പ്രാർത്ഥനയാണ്, ഒരാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല ഇത്. അസ്ലഹല്ലാഹു, അല്ലാഹു നന്നാക്കട്ടെ, ഉമൂറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കാര്യങ്ങളെല്ലാം മുസ്ലിമിന് വേണ്ടിയുമുള്ള പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ഇന്ന അസ്റഅ ദുആഇ ഇജാബത്തൻ. പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്നതിനാൽ പ്രാർത്ഥനയിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന ദുആഉ ഗായിബിൻ ലിഗായിബിൻ. ഒരു സദസ്സിലില്ലാത്ത ഒരാള് സദസ്സിലില്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതായത് ഒരാൾ അവിടെ ഇല്ലാത്തപ്പോ അയാളുടെ അസാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അയാൾ അറിയാതെ അയാൾക്ക് വേണ്ടി ഇയാൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അബൂദാവൂദ്, തുർമുദി, ബൈഹഖി, ഇമാം റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. അങ്ങനെ ഒരു പ്രാർത്ഥനയാണിത്. അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ. എല്ലാ മുസ്ലിങ്ങളും അവിടെ ഇല്ല, പക്ഷെ എല്ലാ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. ഇനി ഒരാൾ ഒറ്റയ്ക്ക് അദ്ദാദ് ചൊല്ലുകയാണെങ്കിൽ അവന് മാത്രം ഇരുന്നിട്ട് ചൊല്ലുന്നത് എന്താ? അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കാര്യം അല്ലാഹു നന്നാക്കട്ടെ. സഹീഹ് ഹദീസിൽ കാണാം, ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി, ഒരു സഹോദരനായ തന്റെ മുസ്ലിമിന് വേണ്ടിയുള്ള ഒരു മനുഷ്യന്റെ പ്രാർത്ഥന, ബിളഹിരിൽ ഗൈബി, അയാളുടെ അസാന്നിധ്യത്തിലുള്ള പ്രാർത്ഥന, മുസ്തജാബത്തുൻ, അതിന് ഉത്തരം ലഭിക്കുന്നതാണ്. ഇൻദ റഅസിഹി, ആ പ്രാർത്ഥിക്കുന്നവന്റെ തലയുടെ ഭാഗത്തുണ്ടായിരിക്കും മലക്കുൻ മുഅക്കലുൻ, അല്ലാഹു ഏൽപ്പിച്ചതായ ഒരു മലക്ക്, ഏൽപ്പിക്കപ്പെട്ട മലക്ക്. കുല്ലമാ ദഅ, അയാൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം, ലിഅഖീഹി, തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം, ഖാലൽ മലക്കു ആമീൻ, ഇവന്റെ തലന്റെ ഭാഗത്ത് നിന്നിട്ട് മലക്ക് പറയും ആമീൻ എന്ന്. മാത്രമല്ല വലക്ക മിസ്ലുഹു, നിനക്കും അതുപോലത്തത് അല്ലാഹു നൽകട്ടെ എന്ന് മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഹീഹ് മുസ്ലിം എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇത് കാണാൻ സാധിക്കും. അപ്പൊ മറ്റുള്ള മുസ്ലിങ്ങളോട് കരുണ കാണിക്കൽ അത് വലിയ ഒരു കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റഹീമൂന യർഹമുഹുമുർ റഹ്മാൻ, മറ്റു മുസ്ലിങ്ങളോട് കരുണ കാണിക്കുന്നവന് അല്ലാഹു കരുണ കാണിക്കും. വമൻ ലാ യർഹം ലാ യുർഹം, ഒരാള് മറ്റുള്ളവർക്ക് കരുണ ചെയ്യുന്നില്ലെങ്കിൽ അവനിക്കും അത് ലഭിക്കുകയില്ല. വേറൊരു ഹദീസിൽ കാണാം, ഇന്ന ബുദലാ ഉമ്മത്തി
എന്റെ സമുദായത്തിൽ നിന്നുള്ള ബുദലാക്കളായ ആളുകള്, വലിയ ഒരു സ്ഥാനം ലഭിച്ച ഔലിയാക്കന്മാരിൽപ്പെട്ടവര്, ലാ യദ്ഖുലൂനൽ ജന്നത ബികസ്റത്തി സ്വലാത്തിൻ വലാ സിയാം, അവര് കുറെ നിസ്കരിച്ചത് കൊണ്ടോ നോമ്പ് നോറ്റത് കൊണ്ടോ അല്ല അവര് സ്വർഗത്തിൽ കടക്കുന്ന, ബൽ ബിസ്സലാമത്തി സുദൂരി, അവരുടെ ഹൃദയങ്ങളിൽ മറ്റു മുസ്ലിങ്ങളോടുള്ള വെറുപ്പിന് ഇല്ലാതെയായത് കൊണ്ടും, വസഖാവത്തിൻ നുഫൂസ്, അവരുടെ ഹൃദയം മറ്റു മുസ്ലിങ്ങളോടുള്ള കരുണ ഉണ്ടായത് കൊണ്ടുമാണ്, വറഹ്മത്തിൽ ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനോടും കരുണ ചെയ്യുന്നത് കൊണ്ടുമാണ് എന്ന് ഹദീസിൽ കാണാം. അപ്പോ റഹ്മത്തു ബിൽ മുസ്ലിമീന, മറ്റു മുസ്ലിങ്ങളോട് കരുണ കാണിക്കുക എന്നത് അത് അംറുൻ വാജിബുൻ, അത് നമുക്ക് അദാഅത്തുൽ സുന്നത്താണെങ്കിലും മറ്റു മുസ്ലിങ്ങളോട് കരുണ കാണിക്കൽ നിർബന്ധമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ഹസ്ലത്താനി ലൈസ ഫൗകഹുമാ ശൈഉൻ മിനൽ ഖൈരി, രണ്ട് കാര്യങ്ങൾ അതിനേക്കാൾ വലിയ ഒരു നന്മയില്ല. ഒന്ന് ഹുസ്നുൽ ളന്നി ബില്ലാഹ്, അല്ലാഹുവിനെ സംബന്ധിച്ച് നല്ല ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവൽ, വഹുസ്നുൽ ളന്നി ബിഇബാദി, അല്ലാഹുവിന്റെ അടിമയെ സംബന്ധിച്ച് നല്ല ചിന്തയുണ്ടാവൽ, ഇതാണ് ഏറ്റവും നല്ല നന്മ. വഖസ്ലത്താനി ലൈസ ഫൗകഹുമാ ശൈഉൻ മിനശ് ശർരി, രണ്ട് കാര്യങ്ങൾ അതിനേക്കാൾ അപ്പുറം ചീത്തയായ ശർറായ ഒരു കാര്യവും ഇല്ല. സൂഉൽ ളന്നി ബില്ലാഹ്, ഒന്ന് അല്ലാഹുവിനെ കൊണ്ട് തെറ്റായ ഭാവന ഭാവിക്കുക, വസൂഉൽ ളന്നി ബിഇബാദി, അല്ലാഹുവിന്റെ അടിമകളെ കൊണ്ട് തെറ്റായ ഭാവന ഭാവിക്കുക, അതാണ് ഏറ്റവും മോശപ്പെട്ടതായ കാര്യം എന്ന്. വേറെ ഹദീസിൽ കാണാം, മല്ലം യഹ്തമ്മ ബി അംരിൽ മുസ്ലിമീന ഫലൈസ മിന്നും, മുസ്ലിങ്ങളുടെ കാര്യം കൊണ്ട് ഒരാള് ഗൗനിച്ചിട്ടില്ലെങ്കിൽ ഫലൈസ മിൻഹും, അവൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനല്ല, ഹദീസിലുണ്ട്. അപ്പോൾ ഈ ദിക്ർ, അസ്ലല്ലാഹു അമൂറൽ മുസ്ലിമീന, മുസ്ലിങ്ങളുടെ കാര്യം അല്ലാഹു നന്നാക്കട്ടെ, സറഫല്ലാഹു ശർറൽ മുഅ്ദിൻ, ബുദ്ധിമുട്ടിക്കുന്നവരുടെ ഷർറിനെ അല്ലാഹ് അവരെ തൊട്ട് തിരിച്ചു കളയട്ടെ. ഈ പ്രാർത്ഥന ആണ് ഈ ദിക്റിലുള്ളത്. ഇതാണ് 14-ാമത്തെ ദിക്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മുസ്ലിങ്ങളെയും ഇഷ്ടപ്പെടുന്ന, അവരോട് വെറുപ്പ് വെക്കാത്ത ഒരു സലാമത്തായ ഹൃദയമുള്ളവരായി നാം എല്ലാവരെയും അല്ലാഹു മാറ്റട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാരെ, അവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. വിജയികളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.